ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാൻ ഈ ക്വാർട്ടറിൻ്റെ 7-ാമത്തെ പാഠം നമുക്ക് ഒന്നിച്ച് പഠിക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും ഒരുക്കി തന്ന നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ദൈവമക്കളെ, എല്ലാവരെയും ഈ നോത്തോള സെക്ഷൻ്റെ ശബ സ്കൂൾ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി വളരെ സന്തോഷമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിക്കുവാൻ പോകുന്ന പാഠം ഒരു സ്വർഗീയ പൗരത്വം. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഞാൻ വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് ഇറക്കിയത്രേ വേണ്ടത്. പാഠത്തിൻ്റെ തുടർഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുന്ന മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എടെങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും അവിടുത്തെ തിരുവചനം പഠിക്കുവാനുള്ള ഒരു അവസരം കൂടി എടങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് നൽകി തന്ന വലിയ സ്നേഹത്തിനായി ദയക്കായി കർത്താവെ സ്തുതിക്കുന്നു. എടങ്ങൾ ഈ പാഠം ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ അവിടുത്തെ കൃപാ സാന്നിധ്യം എടങ്ങളെല്ലാവരും കൂടി ഇരിക്കണം. പഠിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് എടങ്ങൾക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും വിവേചിക്കുവാനും ഇടങ്ങളോടും സഹായിക്കണം. നല്ല സാക്ഷ്യമുള്ള മക്കളായി ജീവിപ്പാൻ ഇടങ്ങളോട് ഒരുക്കണം. മനമൊത്ത കർത്താവ് നേടുക്കണം. ഇടങ്ങൾക്ക് ആ ജീവനത്തിന് ശാം ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. പൗലോസിന്റെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ അവസാന ഭാഗം നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കുന്നു. പ്രത്യേകിച്ച് ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 4-ന്റെ 23, 1 കൊരിന്ത്യർ 15-ന്റെ 42-44, യോഹന്നാൻ 14-ന്റെ 27, സങ്കീർത്തനം 119-ന്റെ 119, 1 തിമോഥെയോസ് 6-ന്റെ 7, ഇയ്യോബ് 1-ന്റെ 21 ഈ തിരുവചന വാക്യങ്ങളാണ് ഈ പാഠത്തിന് ഉപോത്ബലകമായിട്ട് ചേർത്ത് പഠിക്കുവാനും ചിന്തിക്കുവാനും എടുത്തിരിക്കുന്നത്. പൗലോസ് ഈ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അവസാന ഭാഗങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളുവാനാകും. പൗലോസിൻ്റെ ആത്മീയമായ ദർശനം, കാഴ്ചപ്പാട്, സഭയെക്കുറിച്ചും ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ചുമുള്ള പൗലോസിൻ്റെ മനസ്സിലുള്ള ചിന്തയും ആഗ്രഹവും ദൈവത്തിൻ്റെ മക്കൾ അവർ എങ്ങനെ ആത്മരായി ജീവിക്കുകയും നിലനിൽക്കുകയും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുകയും ചെയ്യണമെന്ന് പൗലോസ് തൻ്റെ പല ലേഖനങ്ങളുടെയും നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഫിലിപ്പ് ലേഖനത്തിൻ്റെ അവസാന ഭാഗം പൗലോസ് എടുത്തു പറയുന്നത് സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മോട് പങ്കുവയ്ക്കുവാനാണ് ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗം പൗലോസ് ഉപയോഗിക്കുന്നത്. വളരെ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ, ജീവിത തത്വങ്ങൾ, ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ദർശനങ്ങളും, ആത്മനിയന്ത്രണം, വിശ്വാസം, ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ
വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവ് ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ പൗലോസിന് ലഭിച്ചത് കൊണ്ട് തനിക്ക് ലഭിച്ച ആത്മീയ വെളിച്ചം തൻ്റെ സഭയ്ക്കും സഭാ ജനങ്ങൾക്കും അല്ലെങ്കിൽ സഭയിലെ ജനങ്ങൾക്കും ലഭിക്കണം, അല്ലെങ്കിൽ അവർക്ക് നൽകണം. ആ ഒരു വെളിച്ചത്തിൽ അവരും ജീവിക്കണം എന്ന് പൗലോസ് ചിന്തിച്ചുകൊണ്ടാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതപ്പെടുന്നത് നമുക്കറിയാം. ആമുഖം കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ മാതൃകകളെ കുറിച്ച് പറയുന്നുണ്ട്, റോൾ മോഡലുകളെ കുറിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഏതെങ്കിലുമൊക്കെ മാതൃകകളായിട്ടുള്ള വ്യക്തികളെ തിരയുകയും അന്വേഷിക്കുകയും കണ്ടെത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. നാം ഏത് തലത്തിൽ ജീവിക്കുന്ന വ്യക്തികളായാലും നാം എപ്പോഴും നമ്മെ വിലയിരുത്തുമ്പോൾ നമ്മേക്കാൾ ശ്രേഷ്ഠമായിട്ട്, മാന്യമായിട്ട്, പക്വമായിട്ട്, ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടെത്തുവാനുള്ള ഒരു ചിന്ത സാധാരണ മനുഷ്യരിലൊക്കെ ഉണ്ടാവുന്ന ഒന്നാണ്. ഒരുപക്ഷെ നമ്മൾ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ മാത്രമോ അങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നാം ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും അവരുടെ വാക്കുകൾ നാം ശ്രവിക്കുകയൊക്കെ ചെയ്യുന്ന, അത് ഒരുപക്ഷെ അവർ അറിഞ്ഞോ അറിയാതെയൊക്കെ അനുസരിക്കുകയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി വളരുന്ന, മാറ്റം ആഗ്രഹിക്കുന്ന, നല്ലതിലേക്ക്, നന്മയിലേക്ക് നമുക്ക് വളരണമെന്ന് ചിന്തിക്കുന്ന ഏത് മനുഷ്യരെ സംബന്ധിച്ചും ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരെപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കുന്ന, അല്ലെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരുപക്ഷെ അത് കുടുംബങ്ങളിൽ നിന്ന് അല്ലെ ഭവനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. പലപ്പോഴും അവരുടെ ആദ്യത്തെ മാതൃകകൾ അല്ലെ റോൾ മോഡൽ എന്ന് പറയുന്നത് അച്ഛനും അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അല്ലെ അമ്മയായിരിക്കാം. അവരിലൊക്കെ പല പ്രത്യേകതകൾ അവർക്ക് കാണുവാനും അവരുടെ സ്വഭാവം, അവരുടെ പ്രവൃത്തി, അവരുടെ സംസാരം, അവരുടെ അച്ചടക്കം, അനുസരണം, ദൈവഭയം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി, ഇതൊക്കെ ഭവനത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെ അങ്ങനെയുള്ള മുതിർന്നവരുടെ രീതികൾ കണ്ടായിരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം അവർ പുറം ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം അല്ലെങ്കിൽ ഭവനത്തിൻ്റെ ചുറ്റുപാടുകൾ വിട്ട് അവർ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുവാനും പരിചയപ്പെടുവാനും അറിയാനും ഒക്കെ ഉള്ള പല പ്രായവും വളർച്ചയൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ അച്ഛൻ്റെ അമ്മയിൽ നിന്നും അവരുടെ മാതൃകകൾ അല്ലെങ്കിൽ റോൾ മോഡലുകൾ മറ്റ് പല വ്യക്തികളിലേക്കും ആയിരിക്കാം. അതൊരുപക്ഷെ സമൂഹത്തിൽ നല്ല സ്ഥാനങ്ങളിൽ മാന്യമായി വളരെ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുന്നവരും ജീവിക്കുന്നവരാവാം. അതല്ല, മറ്റ് പല മേഖലകളിൽ പ്രവർത്തിച്ച് പ്രസിദ്ധി നേടിയിട്ടുള്ള വ്യക്തികളുമാവാം. പക്ഷെ ഇന്ന് നമുക്കറിയാം, നിർഭാഗ്യവശാൽ നാം ഇന്ന് നമ്മുടെ ദൃശ്യ അല്ല ശ്രവ്യ മാധ്യമങ്ങളിൽ കാണുന്ന അനേക നേതൃത്വത്തിലുള്ള അല്ലെ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നവർ, കലാ കായിക സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു നല്ല മോഡലുകളാണ്, നല്ല മാതൃകകളാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം അവരോരോരുത്തരും ചെയ്യുന്നതായ ആ ഉത്തരവാദിത്വം ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ അവർക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രം കാണുന്ന അനേകം ആൾക്കാരുണ്ട്. അതിൻ്റെ പിന്നിലുള്ള അല്ല അതിൻ്റെ സ്വാധീനം, അത് സമൂഹത്തിൽ ഉളവാക്കുന്ന ചിന്താഗതി, അല്ലെ അതിൽ എത്രമാത്രം പുരോഗമനപരമായ അല്ലെങ്കിൽ മനുഷ്യനെ അല്ലെ സമൂഹത്തെ ഒരു പിന്തിരിപ്പിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഘടകങ്ങളോ അങ്ങനെയുള്ള ആശയങ്ങളോ അങ്ങനത്തുള്ള രീതികളുണ്ടോ എന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറില്ല. എൻ്റെ ജോലി എന്താണ്, ഞാനത് ചെയ്യുന്നു, എനിക്ക് എൻ്റെ പ്രതിഫലം പക്ഷേ ലഭിക്കുന്നു, അതിലൂടെ പക്ഷേ എനിക്ക് പ്രസിദ്ധി ലഭിക്കുന്നു. അതല്ലാതെ അത് സമൂഹത്തിൽ എത്രമാത്രം ഒരു സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന് പലപ്പോഴും പലരും വിലയിരുത്താറില്ല എന്നത് ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ ദോഷമാണ്. കാരണം കുഴഞ്ഞു മറിഞ്ഞ ഒരു സമൂഹവും
അച്ചടക്കമില്ലാത്ത ഒരു ജീവിത ശൈലിയും ആരെയും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും വിശ്വസിക്കുവാനും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് തന്നെ. നമുക്കതിൽ നിന്ന് മാതൃകകളെ നമുക്ക് കാണുവാനോ കണ്ടെത്തുവാനോ ഒരു പരിധിവരെ കഴിഞ്ഞുവെന്ന് വരില്ല. അത് ഇന്ന് മാത്രമല്ല, ഏത് കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ നെഗറ്റീവായ ചിന്താഗതികൾ, ആശയങ്ങൾ, അത്തരത്തിലുള്ള ജീവിത ശൈലികളൊക്കെ സമൂഹത്തെ ഗുണപരമായി സ്വാധീനിക്കുന്ന ചിന്താഗതിയും ശീലവും സ്വഭാവവും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്ന കുറേയധികം ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരെയൊക്കെ മാതൃകളായിട്ട് പിൻപറ്റിക്കൊണ്ടെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് നല്ല ജീവിതശൈലി രൂപപ്പെടുത്തുവാനും നല്ല സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആർജിക്കുവാനും ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയുവാനും മൂല്യബോധമുള്ളവരായിട്ട് മാറുവാനും ആ സമൂഹത്തിന് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സമൂഹത്തിനും അനേക വ്യക്തികൾക്കും കഴിഞ്ഞിരുന്നുവെന്ന് അനേകരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പൗലോസ് പറയുന്നത് ഈ മാതൃകകളെ കുറിച്ച് അല്ലെ മറ്റുള്ളവരെ നാം കണ്ട് മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പൗലോസോട് പറയുന്നത് അത് പൗലോസിനെ എടുത്തു കാണിക്കുവാനോ പൗലോസിനെ പ്രൊജക്റ്റ് ചെയ്യുവാനോ വേണ്ടി പറയുന്നതല്ല. ഇപ്പം ഫിലിപ്പിയർക്ക് 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ പൗലോസ് പറയുന്ന, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ എന്ന് പറയുന്നുണ്ട്. അത് എന്നെ അനുകരിപ്പിൻ എന്ന് പറയുന്നത് പൗലോസ് തന്നെ ഉയർത്തുവാനോ താൻ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് കാണിക്കുവാനോ തന്നേക്കാൾ നല്ല മനുഷ്യർ ലോകത്തില്ല എന്ന് സ്ഥാപിക്കുവാനൊന്നും അല്ല. വിശ്വാസത്തിൽ കർത്താവ് യേശുക്രിസ്തുവുമായിട്ട് ബന്ധത്തിൽ താൻ എത്രമാത്രം സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയും തൻ്റെ ജീവിതം എത്രമാത്രം അതിനുവേണ്ടി താൻ ഒഴിഞ്ഞു വെച്ചിരുന്നു എന്നും ആ ഒരു വിശ്വാസ ജീവിതത്തിന് വേണ്ടി തനിക്ക് എന്തൊക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതെല്ലാം സന്തോഷമായിട്ട് അത് കരുതിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തികൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ജീവിത മാതൃകയാണ് പൗലോസ് എന്ന് പൗലോസിന് ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ തിരിച്ചറിവിൽ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പൗലോസിന്റെ തന്റെ സഹോദരന്മാരോട് പറയുവാൻ കാരണം. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ സമൂഹത്തിലും ഇത്തരത്തിലുള്ളതായ പുഴുക്കുത്തുകളും ദോഷങ്ങളും ഒക്കെ നിലനിന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു സമൂഹവും ഒരു കാലഘട്ടങ്ങളിലും ഏറ്റവും നന്നായിരുന്നുവെന്ന് നമുക്ക് പൊതുവായിട്ട് പറയുവാൻ കഴിയില്ല. പൗലോസ് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമുക്കെന്നറിയാം, ഈ പൗലോസ് ഈ വാക്യം എഴുതുന്നത് എത്രയോ കാലങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ നമ്മൾ AD 2026 നമ്മൾ ജീവിക്കുമ്പോൾ എത്ര വർഷങ്ങൾ അന്തരമുണ്ട് പൗലോസ് ഇത് രേഖപ്പെടുത്തിയിട്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുക, അനേക ജനങ്ങളിലേക്ക് നോക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവതലമുറയെ നോക്കുക. ലജ്ജ തോന്നുന്ന പല കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക്, പ്രായമുള്ളവർക്ക്, ഇന്നത്തെ സമൂഹം പ്രായമായവരെ ഒരുപക്ഷെ പ്രയോജനമില്ലാത്തവരെന്നോ അറിവില്ലാത്തവരെന്നോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്തവരോ ഒന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമം വരുമ്പോൾ ഇന്ന് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ, മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ ലജ്ജയായ പല കാര്യങ്ങളിലും മാനം തോന്നുന്ന, അത് നല്ലതായിട്ട് സ്വീകരിക്കുന്ന, അതിനെ മാത്രം അനുകരിക്കുന്ന ഒരു പ്രവണത നമുക്കറിയാം. എല്ലാ കാര്യങ്ങളും, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മനുഷ്യരുടെ ജീവിതത്തിൽ എത്രമാത്രം ആ മോശമായ കാര്യങ്ങളെ മാന്യമായി കരുതിക്കൊണ്ട് തങ്ങളുടെ ജീവിതങ്ങൾ അത് അവലംബിച്ചുകൊണ്ട് അതാണ് ശരി എന്ന് ചിന്തിക്കുന്ന, ആ ശരിയായി മറ്റുള്ളവർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു പൊതുവായ പ്രവണത ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്, എവിടെയും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അവര് എന്താണ്? ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ഇപ്പം എല്ലാവരും ക്രൂശിന് മിത്രങ്ങളായി നടക്കണം എന്ന് നമുക്ക് ശഠിക്കുവാൻ കഴിയില്ല, നമുക്ക് നിർബന്ധിക്കുവാൻ കഴിയില്ല. എന്നാൽ പൊതുവായ ചില തത്വങ്ങൾ, ചില ഉപദേശങ്ങൾ, ചില മാതൃകകൾ, അനുകരണീയമായ ചില സമ്പ്രദായങ്ങൾ അത് അനുവർത്തിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും വ്യക്തികൾക്കായാലും സമൂഹത്തിനായാലും
ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് നമുക്ക് മുൻ മാതൃകകളും ഉദാഹരണങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, ക്രൂശിന് ശത്രുക്കളായവർ നടക്കുന്നു എന്ന് പറയുവാൻ കാരണം അതുകൊണ്ടാണ്. അപ്പൊ ക്രൂശിന് ശത്രുക്കളായ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം എന്താണ് എന്ന് നമുക്കറിയാം. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്ത്യാനികൾ അഭിമാനിക്കുന്ന അനേകര് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെതായ അടിസ്ഥാന പ്രമാണങ്ങളോ ഉപദേശങ്ങളോ നിയമങ്ങളോ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ലോകത്തിലെ മറ്റുള്ളവരെ പോലെ, ദൈവമില്ലാത്തവരെ പോലെ, അല്ലെങ്കിൽ ദൈവത്തെ തിരസ്കരിക്കുന്നവരെ പോലെ ജീവിക്കുന്ന എത്രയോ മനുഷ്യര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഇത് എടുത്തു പറയാൻ കാരണം. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പയിലെ വിശ്വാസികളോട് പറയുന്നത് നല്ല മാതൃകകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പൗലോസ് ഫിലിപ്പിൽ വിശ്വാസികളോട് പറയുന്നു. അത് നിങ്ങൾ അവഗണിക്കരുത്. മാത്രമല്ല, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായി ഭിന്നതകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിക്കുകയും അവരെ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് ഈ റോമർക്കെഴുതിയ ലേഖനത്തിൽ 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റോമൻ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അപ്പൊ നാം പഠിച്ച ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി ഭിന്നതകൾ ഇടർച്ച ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും തിരിച്ചറിവോടും വിവേകത്തോടും കൂടി മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ദൈവമക്കളായി ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് ഇതൊക്കെയും ആവശ്യമാണ്. ഇല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കുഴപ്പത്തിൽ ചാടുന്നത്, എവിടെയാണ് നമ്മൾ തെറ്റിൽ അകപ്പെട്ടു പോകുന്നത്, എവിടെയാണ് നമ്മൾ കെണിയിൽ പെട്ടുപോകുന്നത് എന്ന് നമുക്കറിയുവാൻ കഴിയില്ല. അതുകൊണ്ട് സമൂഹത്തിലുള്ള മനുഷ്യരെ നമ്മൾ ശ്രദ്ധിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവര്, ലജ്ജയായതിൽ മാനം കാണുന്നവര്, ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവര്, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ഭിന്നതകളും വിരുദ്ധതകളും പഠിപ്പിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഉപദേശിക്കുന്നവരും, വ്യാജ ഉപദേശം പ്രചരിപ്പിക്കുന്നവര്, അതുപോലെ തിരുവചനത്തെ വളച്ചൊടിച്ച് സത്യങ്ങളെ മറച്ചു വെച്ച് പഠിപ്പിക്കുന്ന വ്യക്തികൾ, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ മനുഷ്യ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഈ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒത്തിരി ധാരാളം മനുഷ്യരെ നമുക്ക് ഇന്ന് കാണാം. അവരുടെയൊക്കെ ഉദ്ദേശം മറ്റൊന്നുമല്ല. പൗലോസ് പറയുന്നുണ്ട്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഉപജീവനമാണ്, വയറാണ്. ഇന്ന് മനുഷ്യന് ആഹാരം മാത്രമല്ല, നമുക്കറിയാം, സമ്പത്ത് അല്ലെങ്കിൽ ധനമുണ്ടാക്കുക, ഏത് വിധേനയും പണം ഉണ്ടാക്കുക, എന്നിട്ട് ആർഭാടമായി ജീവിക്കുക. ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇന്ന് പലപ്പോഴും മനുഷ്യനെ നയിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. എങ്ങനെയും പണം സമ്പാദിക്കുക, ലോകത്തിന്റെ എല്ലാ ആർഭാടങ്ങളോടും ഉല്ലാസങ്ങളോടും ജീവിക്കുക, അതിനപ്പുറം മറ്റൊരു കാര്യം ഇല്ല എന്ന് ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന, നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള ഓമർ ഖൈമാന്റെ ഒക്കെ ആശയങ്ങളോട് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ട് പോകുന്നൊരു സമൂഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക, അല്ലെ, അത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നാം മാതൃകളെ കണ്ടെത്താൻ ശ്രമിക്കുകയും നാം ഓരോരുത്തരും അതുപോലെ മാതൃകളായിട്ട് തീരുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നമ്മളെ മാതൃകൾ അനേകർക്ക് മാതൃക ആയിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും നമ്മൾ ആയിരിക്കുന്ന ഒരു ചുരുങ്ങിയ ചുറ്റുപാടിൽ നമുക്ക് എന്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനോ നമ്മളിൽ നിന്ന് എന്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനോ കഴിയും. നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പൗലോസ് പറയുന്നത് പോലെ ആ ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ ഉത്തരവാദിത്വം നാം അതിനെ ലഘൂകരിച്ച് കാണാതെ അതിൻ്റെതായ പ്രാധാന്യവും ഗൗരവവും കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിലും സഭയിലും നമ്മളായിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലും ആയിരിക്കുവാൻ നാം ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് കർത്താവിൻ്റെ ഒരു എളിയ ശിഷ്യനായി അല്ലെങ്കിൽ ശിഷ്യയായി നമുക്ക് നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ട് വീണ്ടും പൗലോസ് പറയുന്നത് കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ എന്നാണ്. കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ എന്ന് പറയാൻ കാരണം നമുക്കറിയാം, നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ് എന്ന് പൗലോസ് പറയുന്നു. ഇത് പൗലോസ് പറയുമ്പോൾ ഒരു പൗരത്വത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന്റെ ഗോത്രത്തെ സംബന്ധിച്ചും വംശത്തെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും തൻ്റെ രാജ്യത്തെ സംബന്ധിച്ചുമൊക്കെ നല്ല അറിവും ബോധ്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് പൗലോസ്. ആ പൗലോസാണ് പറയുന്നത് നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് ഇവിടെയല്ല. ഇപ്പൊ ഇന്ന് നാം തന്നെ മനസ്സിലാക്കുന്ന അനേക കാര്യങ്ങളിലൊന്ന്, എത്രയോ രാജ്യങ്ങളിൽ നിന്ന് അനേക ആൾക്കാർ കുടിയൊഴിക്കപ്പെടുകയും പലായനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളും ഒരിടത്തും സ്ഥിരമായ അംഗത്വമില്ലാതെ അലഞ്ഞു തിരിയുന്ന ജനസമൂഹങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ പൗരത്വമുള്ളവരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരും ജീവിക്കുന്ന വ്യക്തികളുമാണ് എങ്കിൽ പോലും ലോകത്തിൻ്റെതായ വളർച്ച, അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സമൂഹങ്ങളിലേക്കും അസ്വസ്ഥതകളും പ്രയാസങ്ങളും അസ്ഥിരതകളും ഒക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഇന്നത്തെ അനേക മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നാം ഈ ലോകത്തിൻ്റെ പൗരത്വം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ പൗരത്വവും ഈ ലോകവും സമൂഹവും ഒക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് ആരും കരുതുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിലനിൽക്കാത്ത, സ്ഥിരമല്ലാത്ത, നശിച്ചു പോകുന്ന ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമോ കാര്യമല്ല എന്ന് പറയുമ്പോൾ അതൊരു വിരുദ്ധതയല്ല. മറിച്ച് നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ പ്രത്യാശകൾ നാം ഈ ഒരു ഭൗമിക തലത്തിൽ നിന്ന് അല്പം കൂടി നമ്മളൊരു ഉയർന്ന തലത്തിലേക്ക് മാറി ചിന്തിക്കുന്നതിൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാണ് അത് എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും പൗലോസ് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അത് വളരെ വളരെ ചുരുക്കവും അതുതന്നെ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതുമാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാമായിരിക്കാം, അങ്ങനെ ഇല്ലാത്തൊരു ജീവിതം അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ആ ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയുവാനും വിശ്വസിക്കുവാനും കഴിയുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തെ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരുപക്ഷെ കുറെ കൂടി ഒരു ഉയർന്ന മാനസിക അവസ്ഥയിൽ, തലത്തിൽ, ഒരു ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയിൽ, ബൗദ്ധ്യമായിട്ട് മാത്രമല്ല വിശ്വാസപരമായിട്ടും ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ പൊതുസമൂഹമോ മറ്റുള്ളവർ ചിന്തിക്കുന്നത്, ഇങ്ങനെ പറയുന്ന ആൾക്കാർ, ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാർ മറ്റ് അവർക്ക് ലോകത്തെക്കുറിച്ചോ ലോകത്തിൻ്റെ വളർച്ചയെക്കുറിച്ചോ ശാസ്ത്രീയ സാങ്കേതികമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയും അറിവൊന്നും ഇല്ലാത്ത ആൾക്കാർ ആയിരിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ധാരണയും വളരെ അറിവും നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്ന, ലോകത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ പോലും മുൻകൂട്ടി പ്രവചിച്ചിരുന്ന അനേക വ്യക്തികൾ അന്നു മുതൽ ഈ ഒരു വിശ്വാസത്തെ പ്രതികരിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അപ്പം അത് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ല. ഇവിടെ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഈ എളിയ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള പുനരുത്ഥാന ശരീരം പോലെ രൂപാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യകത. മരണത്തോടെ മനുഷ്യന്റെ എല്ലാ ജീവിതവും എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വത്തെയും ദൈവം സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നേരെ എതിരാണ്. മനുഷ്യൻ അതോടുകൂടി, മരണത്തോടുകൂടി സകലവും അവസാനിക്കുമായിരുന്നുവെങ്കിൽ, അല്ലെ അവസാനിക്കുന്നുവെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇതൊരു സംസാരമായിട്ടോ ഒരു കഥയായിട്ടോ ഒക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും ഇത്രയും കാലഘട്ടം ലോകത്തിൽ ഇത്രയും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അനേകർ ഈ പ്രത്യാശയിലേക്ക് നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ നിലനിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ആ തിരുവചനങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അവർക്ക് നൽകുന്നതായ ആ വലിയ പ്രത്യാശ അനേകരിലേക്ക് പകരപ്പെടുന്നത് കൊണ്ടാണ് ഈ
ആശയം, ഈ സത്യം, ഈ സുവിശേഷം ഇന്നും ദിനം പ്രതി ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നത്. പൗലോസും പറയുന്നത് തന്നെയാണ്, നമ്മുടെ ഈ താഴ്മയുള്ള ശരീരം കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് ചേരുമ്പോൾ, യോജിക്കുമ്പോൾ, നാം അവിടെയാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് രൂപാന്തരപ്പെടുകയും മാറുകയും ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ ജീവിക്കുന്നത് ആ അവസ്ഥയിലാണ്. നാം ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നാം മനുഷ്യ ജീവിതം നയിക്കുന്ന മനുഷ്യരായിട്ടാണ്. നമുക്കിവിടെ ഒരു വിശുദ്ധ ജീവിതം പൂർണ്ണമായിട്ട് നയിക്കുവാനോ അല്ലെ പൂർണ്ണമായിട്ട് ദൈവിക മനുഷ്യരായിട്ട് ജീവിക്കുവാനോ നമുക്ക് കഴിയില്ല. കാരണം നാമൊക്കെ പാപത്തിൽ ജനിക്കപ്പെട്ട് പാപലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ അധർമ്മം ചെയ്യാതെ, പാപം ചെയ്യാതെ നമുക്ക് നമ്മളെ സൂക്ഷിക്കുവാനുള്ള ശക്തി ദൈവത്തിൽ നമുക്ക് ലഭ്യമാണ്. അത് പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അത് തെളിയിച്ച് കടന്നുപോയ ആ അനുഭവം നമുക്ക് അറിയാം. പാപം ഒഴികെ സകല കാര്യങ്ങളിലും മനുഷ്യനേക്കാൾ പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു കർത്താവ് യേശു ക്രിസ്തു. ഒരിക്കൽ പോലും പാപത്തിന് കീഴ്പ്പെടുവാൻ, അധീനപ്പെടുവാൻ കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ പോലും അനുവദിക്കപ്പെട്ടില്ല. അങ്ങനെ അധീനമാക്കപ്പെടുവാൻ കഴിഞ്ഞില്ല. നമ്മളെപ്പോലെ തന്നെയുള്ള ഭൗതിക സാഹചര്യത്തിൽ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു വളർന്നത്, ജീവിച്ചത്. മറ്റു പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റ് പരീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റ് യാതൊരുവിധ അല്ലെങ്കിൽ പ്രിവിലേജുകളും ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെ നടന്നും ക്ഷീണിച്ചും വിശന്നും കരഞ്ഞും ദാഹിച്ചും വേദനപ്പെട്ടും ഒക്കെ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചത്. മാത്രമല്ല, തൻ്റെ മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള തൻ്റെ പ്രാണത്യാഗം അത് നമുക്കൊരു പക്ഷേ അനുമാനിക്കാൻ കഴിയാത്ത ഒന്നാണ്. വാക്കുകൾ എഴുതി വയ്ക്കാം, വായിക്കാം. നമ്മുടെ വായിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ മഹത്വവൽക്കരിക്കപ്പെടുന്ന, മഹത്വത്തിലേക്ക് മനുഷ്യനെ നയിക്കുകയും ആ അവസ്ഥയിലേക്ക് കടന്നുപോയിട്ടുള്ള ചില വേദഭാഗങ്ങൾ ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അത് മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല. ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ എളിയ അപേക്ഷ, നിങ്ങൾ ഈ ഭാഗം കൂടി ചേർത്ത് വായിക്കണം. എൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ നമുക്കറിയോ, ഇയ്യോബിന്റെ പുസ്തകം 10 അദ്ദേഹത്തിന്റെ 25-27 വരെ വായിക്കുമ്പോൾ നമുക്ക് ഇയ്യോബിന്റെ വിശ്വാസം എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിശ്വാസമാണ്. കാരണം എന്താ? തൻ്റെ ആ ശാരീരിക ക്ഷീണമല്ല, നശീകരണ അവസ്ഥയിൽ തൻ്റെ ശരീരം, തൻ്റെ ത്വക്ക്, തൻ്റെ മാംസം ഒക്കെ ദ്രവിച്ച് അല്ലെങ്കിൽ അത് അഴുകി നശിച്ച്, നോക്ക്, ഒരു മനുഷ്യന്റെ ജീവൻ നിലനിന്നുകൊണ്ട് തന്നെ ശരീരത്തിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, അത് നേരിട്ട് കാണുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, അതിന് വേദന അനുഭവിക്കുമ്പോൾ ആ മനുഷ്യന്റെ ചിന്ത എന്തായിരിക്കും? ആ മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ ആ അഭിപ്രായം എന്തായിരിക്കും? അല്ലെങ്കിൽ തൻ്റെ ഭാരം എന്തായിരിക്കും? പക്ഷെ ആ ആ ഇയ്യോബ് എന്താ പറയുന്നത്? എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അപ്പോൾ എന്താ നമുക്കതിനെ വിശദീകരിക്കാൻ മറ്റ് കാര്യങ്ങളില്ല. തൻ്റെ ശരീരം, ത്വക്ക്, മാംസം നശിച്ച് താൻ നിമിഷം തോറും ഇല്ലാതായി വരുന്ന ഒരവസ്ഥയിൽ താനത് നോക്കി കണ്ട് മനസ്സിലാക്കുമ്പോൾ പോലും ഇയ്യോബ് പറയുന്നത്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം, ഇങ്ങനെ പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞാലും ഞാൻ എന്തായിത്തീരുന്നില്ല? നശിച്ചു പോകുന്നില്ല. ഞാൻ ദേഹസഹിതനായിട്ട്. എങ്ങനെ ദേഹസഹിതനായിട്ട്? താൻ എങ്ങനെ ആയിരുന്നുവോ ആ ദേഹസഹിതനായിട്ട് ഞാൻ ദൈവത്തെ അന്യരുടെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ കാണുമെന്ന ആ വിശ്വാസം എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്ന് ചിന്തിക്കുക. തൻ നഷ്ടപ്പെടാത്ത പ്രത്യാശ അവിടെ ഇയ്യോബ് കാണിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, യേശുവിലൂടെ മരണമെന്ന അവസാനത്തെ ശത്രു നശിപ്പിക്കപ്പെടുമെന്ന് 1 കൊരിന്ത്യർ 15:26 നമ്മൾ വായിക്കുന്നു. നാം കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ആ മരണത്തെ നമുക്ക് മറികടക്കുവാൻ ദൈവം തൻ്റെ രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നു. ആ രക്ഷയിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവം ഒരുക്കുന്ന നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും എന്നാണ് നമ്മുടെ മനസ്സിലാക്കുന്നത്. ഈ രക്ഷ എന്ന് പറയുന്നത് മറ്റനേകർ ചിന്തിക്കുന്നത് പോലെ
മരണഭയത്തെ മറികടക്കുവാനുള്ള ഒരു തന്ത്രമോ മനുഷ്യനെ സമാധാനിപ്പിക്കുവാനുള്ള മറ്റേതെങ്കിലും ഒരു വാക്തത്വമല്ല. അത് രക്ഷ ദൈവം മനുഷ്യർക്ക് നിശ്ചയമായി നൽകുന്ന ഒരു ദാനമാണ്. ആ ദാനം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും യോഗ്യരായി തീരുക എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സ്വർഗീയ പൗരത്വത്തിൽ പുനരുത്ഥാനത്തിൻ്റെയും നിത്യജീവന്റെയും വാഗ്ദാനം ഉൾപ്പെടുന്നു. അപ്പം നമ്മുടെ പൗരത്വം ഈ ലോകത്തിലെ പൗരത്വമല്ല, സ്വർഗീയ പൗരത്വം ആകുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ പുനരുത്ഥാനം ചെയ്തുകൊണ്ടും നാം ജീവിക്കുന്ന അവസ്ഥയിൽ ആണെങ്കിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടും ആ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മളെ ചേർക്കുമ്പോൾ നാം ഓരോരുത്തരും മഹത്വമുള്ള ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറ്റപ്പെടും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുവാനാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നതും ഇനി കടന്നു വരുന്നതും തൻ്റെ മക്കളെ അങ്ങനെ തന്നോട് ചേർക്കുവാനാണ്. ആ ഒരു പ്രത്യാശ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ പ്രത്യാശ കൈവരിപ്പാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ തീരുമാനിക്കുന്ന, ഉറച്ചു നിൽക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു വലിയ സൗഭാഗ്യം ജീവിതത്തിൽ ലഭിക്കും എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച അതേ ഭാഗം വീണ്ടും പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. അപ്പം അവിടെ നാം മനസ്സിലാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുക. കാരണം ജീവിതത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ, പ്രയാസങ്ങൾ, ഉത്കണ്ഠകൾ, നിരവധി ആവശ്യങ്ങൾ, മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എപ്പോഴും അങ്ങനെ കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയും എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. ഇതേ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഈ ഒരു പ്രസ്താവന നമ്മോട് പറയുന്നത്. പൗലോസിനെ സംബന്ധിച്ചും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഒരു ദാസനായിട്ട് മാറ്റപ്പെട്ടതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ അതുവരെ അനുഭവിക്കാതിരുന്ന അനേക വെല്ലുവിളികളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പൗലോസ് അനുഭവിച്ചു എന്ന് നമുക്ക് അറിയാം. എന്നാൽ അതിനോട് ചേർത്ത് പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ ആശയത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ വായിക്കുവാൻ കഴിയുന്ന മറ്റു ചില വാക്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ 1 പത്രോസ് 5:7 നമ്മൾ പറയുമ്പോൾ, അവൻ നിങ്ങൾക്കായി കരുതുന്നു, നമ്മുടെ ദൈവം നമുക്കായിട്ട് കരുതുന്നവനാണ്. മാത്രമല്ല നമ്മുടെ എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും നാം കർത്താവിൻ്റെ മേൽ ഇടുക. കർത്താവ് നമ്മളെ വഴി നടത്തും. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നമ്മുടെ സകല ഭാരങ്ങൾ പ്രയാസങ്ങളും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പത്രോസ് പറയുമ്പോൾ, പത്രോസിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ സാക്ഷ്യമാണ് പത്രോസ് പ്രസ്താവിക്കുന്നത്. ഇവരൊന്നും ജീവിതത്തിൽ വലിയ സുഖത്തിലും സമൃദ്ധിയിലും സമ്പത്തിലും ജീവിച്ചവരല്ല. ജീവിതത്തിൻ്റെതായ പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും കടന്നുപോയവരാണ്. അതുകൊണ്ട് മാത്രമല്ല അങ്ങനെ എഴുതുവാൻ കാരണം, അല്ലെങ്കിൽ രേഖപ്പെടുത്തുവാൻ കാരണം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ, കരുണ, സ്നേഹം, ആർദ്രത എന്താണ് എന്ന് ജീവിതത്തിൽ മനസ്സിലാക്കിയ, തിരിച്ചറിഞ്ഞ വ്യക്തികൾ, ശിഷ്യന്മാർ എന്ന നിലയിൽ കൂടിയാണ് യാക്കോബ് അല്ലെ പത്രോസ് അങ്ങനെ എഴുതുവാൻ കാരണം. അതുകൊണ്ട് ലോകത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന പ്രത്യാശ നമ്മളിൽ ഉണ്ടാവണം എന്നതാണ്. ദൈവത്തെ തിരുവചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളായിട്ട് നൽകിയിരിക്കുന്ന അനേക കാര്യങ്ങൾ എന്ന് നമുക്ക് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ വേദവസ്തും കൂടി തുറന്നു വെച്ച് ഓരോന്ന് എത്ര കൃത്യമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം, ലോകത്തിൻ്റെ വളർച്ച, പാപത്തിൻ്റെ ആധിക്യം, സമ്പത്തിന്മേലുള്ള അധികമായ സ്നേഹം, മനുഷ്യർക്ക് സ്വാർത്ഥത, അതുപോലെ മനുഷ്യൻ്റെ ദുഷ്ട മനോഭാവം, ഇന്ന് നമ്മൾ കേരളീയ സമൂഹങ്ങളിൽ പോലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർ എത്രമാത്രം പരസ്പര സ്നേഹവും വിശ്വാസവും അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി ഇല്ലാതെ ജീവിക്കുന്നു. ഇവൻ
കുട്ടികളുടെ ഇടയിൽ പോലും അത് വളരെ ഒരു ഭയാനകമായ രീതിയിൽ വളർന്നു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് അടുത്ത് വരുന്നു എന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും, എല്ലാ അവസ്ഥകളിലും നമ്മൾ നമ്മുടെ ഉത്കണ്ഠകളെയും പ്രയാസങ്ങളെയും ഭാരങ്ങളെയും നാം കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിലെ പ്രാർത്ഥിക്കുക എന്നതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തമായതും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞതും വിശ്വാസത്തോടെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതുമായ ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇവിടെ നന്ദിയോടെ പ്രാർത്ഥിക്കുക എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് നന്ദിയോടെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമുക്ക് ജീവിതത്തിലൊരു കാര്യം ലഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം അനുഭവിക്കുമ്പോഴാണ് ഒരു പക്ഷേ നമുക്ക് അതിനോട് നന്ദി, അല്ലെങ്കിൽ അത് നമുക്ക് തരുവാനിടയായ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ സാഹചര്യത്തോടോ നമ്മൾക്ക് നന്ദി ഉണ്ടാകുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. മാത്രമല്ല വീണ്ടും അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് യോഹന്നാൻ 1:5-14, അതുപോലെ യാക്കോബ് 5:16, ലൂക്കോസ് 1:13, ഫിലിപ്പിയർ 1:19 ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അഭ്യർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കണം. ആ ദൈവ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ നാം ദൈവഹിതം മനസ്സിലാക്കുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ മേലുള്ള ദൈവഹിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ആ തിരിച്ചറിയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്നാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു വാക്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല, പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ യാചിക്കായ കൊണ്ട്. പലപ്പോഴും നമ്മൾ വലിയ കാര്യങ്ങളാണ് ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തി വലിയൊരു ലിസ്റ്റ് തന്നെ നമ്മൾ ദൈവത്തിന് സന്നിധി പലപ്പോഴും സമർപ്പിക്കാറുണ്ട്. അത് നമുക്ക് പ്രാർത്ഥന എന്ന് പലപ്പോഴും ചിന്തിക്കുവാൻ കഴിയില്ല. അപ്പൊ ദൈവഹിതം അറിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്ന് മനസ്സിലാക്കി വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധി നമ്മൾ സ്തോത്രത്തോടെ സമർപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ യാചിക്കായ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന്. ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നത് ഈ കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പൗലോസ് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ നിദാനം എന്ന് പറയുന്നത് ദൈവിക സമാധാനമാണ്. ഒരു സമാധാനമുള്ള വ്യക്തികൾക്ക് മാത്രമേ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ. അപ്പൊ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനത്തിൽ നിന്നാണ് സന്തോഷം വളരുന്നത്. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് റോമർക്കെതിരെ 5:1, 6:23, ഇവിടെ നമ്മൾ ഫിലിപ്പിയർ 4:7 നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകം തരുവാൻ കഴിയാത്ത സമാധാനം ദൈവം നമുക്ക് നൽകുന്നു എന്നാണ്. അപ്പൊ ആ സമാധാനം ലോകത്തിന് തരുവാൻ കഴിയില്ല. നമുക്കറിയാം, ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഒരു തരത്തിലും മറ്റു തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളും ഒക്കെ നിലനിൽക്കുകയും അനേകർ വാസ്തവം പറഞ്ഞാൽ സമാധാനമില്ലാതെ സ്വന്തം രാജ്യങ്ങളിൽ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന അല്ലെങ്കിൽ പോകുന്ന, അനേകരെ സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന അവസ്ഥകളൊക്കെ ഇന്ന് നിലനിൽക്കുമ്പോൾ ഈ ലോകത്തിന്, ഈ ലോക രാജ്യങ്ങൾക്ക്, ഈ ലോക രാഷ്ട്ര നേതാക്കന്മാർക്ക് ഒരിക്കലും തങ്ങളുടെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സമാധാനം കൊടുക്കാൻ കഴിയില്ല എന്ന് വർഷങ്ങളായിട്ട് 1-2 ലോകമായിട്ടും അല്ല, അതിനു മുമ്പ് മുതൽ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ആ ലോകത്തിലെ ജനത്തിന് സമാധാനം കൊടുക്കുവാൻ ഒരു സംഘടന തന്നെ രൂപീകൃതമായിട്ടുണ്ട് ഈ ലോകത്ത്. ആ സംഘടനയും രൂപീകൃതമായതിനു ശേഷം ആ സംഘടന ഇടപെടൽ കൊണ്ട് ഇന്ന രാജ്യത്തിന്, ഇന്ന ജനങ്ങൾക്ക്, ഇന്ന സമൂഹത്തിന് സമാധാനം ലഭിച്ചു, അങ്ങനെ സമാധാനം ജീവിക്കുന്നു എന്ന് പറയുവാൻ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത്, ലോകം നൽകുവാൻ കഴിയാത്ത സമാധാനം ദൈവത്തിന് നൽകുവാൻ കഴിയും. ആ സമാധാനം പ്രാപിക്കുവാനും ആ സമാധാനം സ്വീകരിപ്പാനും നമുക്ക് ഒരുക്കമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, സമർപ്പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമാധാനം നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ ആ സമാധാനം എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ചുള്ള ചിന്തയോ ലോകത്തിൻ്റെതായ കാര്യങ്ങളോ ഭൗതികമായിട്ടുള്ള മറ്റ് അനേക കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത്. അതിൽ നിന്നൊക്കെ വിട്ട് നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവ്, നമ്മളെ വഴി നടത്തുന്ന ഒരു കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ കരുതുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ജീവിക്കുന്നുവെങ്കിൽ നമുക്കൊരു അനേക മിഷണറിമാർ ദൈവത്തിന്റെ വചനവുമായിട്ട് അനേക ഭൂഖണ്ഡങ്ങൾ കടന്നുപോയത് അവർക്ക് സുഖമായിട്ട്, സന്തോഷമായിട്ട്, സമൃദ്ധിയായിട്ട് ജീവിക്കുവാൻ അല്ലെങ്കിൽ സമ്പാദിക്കുവാനും ഒന്നുമല്ല. അവരും ജീവിച്ചു, ദൈവത്തിന്റെ സാക്ഷിയായി
അവരുടെ ജീവിതം അവസാനിപ്പിച്ചു, പക്ഷെ അവർക്ക് ലഭിക്കേണ്ട പ്രതിഫലം കർത്താവ് കരുതിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ചിന്താഗതി, ആശയം, ആ വിശ്വാസം നമ്മൾ രൂപപ്പെടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ സമാധാനം നമുക്ക് ലഭിക്കുവാൻ കഴിയും. ആ സമാധാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിൽ സന്തോഷിപ്പേൻ, എപ്പോഴും സന്തോഷിപ്പേനെന്ന് പൗലോസ് പറയുമ്പോൾ തീർച്ചയായിട്ടും നാമും ആ ദൈവവചനം അടിയുറച്ച് വിശ്വസിക്കുന്നവരും, ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും കർത്താവിൽ വിശ്വസിക്കുന്നവരും ആയിരിക്കണം എപ്പോഴും, എല്ലാ സമയങ്ങളിലും എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത പൗലോസ് നമ്മൾ സംസാരിക്കുന്നത് ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുക എന്നതാണ്. നമ്മൾ സമാധാനത്തെക്കുറിച്ച് കണ്ടു, നമ്മൾ വായിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും എന്ന് ഫിലിപ്പിയർ 4:7 പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ നനവുകളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ ആത്മീയവും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെയും നിവർത്തിപ്പാനും നമുക്ക് ലഭ്യമാക്കുവാനും ആ ദൈവത്തിന് കഴിയും എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് 119 സങ്കീർത്തനം അതിൻ്റെ 119 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് സമാധാനമുണ്ട്, മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് പറയും. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ പൗലോസ് ഒരു 6 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായി സന്തോഷം ജീവിക്കുവാൻ കഴിയുന്ന, അതിനെ നമ്മളെ സഹായിക്കുന്ന, അതിനെ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു 6 കാര്യങ്ങൾ ഈ ഫിലിപ്പിയർ 4-8-9 വാക്യങ്ങളിൽ പൗലോസ് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതൊരു 6 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നിലനിർത്തേണ്ട, പരിശീലിക്കേണ്ടതായ, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടതായ ചില ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. തീർച്ചയായും നമുക്കത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, സത്യമായതൊക്കെയും എന്ന് പറയുന്നു. എന്താ സത്യമായതൊക്കെയും? സത്യം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതും നശിക്കാത്തതുമാണ്. സത്യം ഒരിക്കലും നശിക്കുകയില്ല. ലോകം ഉണ്ടായത് മുതൽ ഇതുവരെയും സത്യം തന്നെയായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ അല്ലാത്ത കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും, അതിന് വ്യത്യാസമുണ്ടാവും, നാശമുണ്ടാവും, പുതിയതുണ്ടാകും, അല്ലെങ്കിൽ അതിന് പരിവർത്തനം ഉണ്ടാകും. പക്ഷേ സത്യം എപ്പോഴും ഒന്ന് തന്നെയാണ്, അതിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? സത്യമായതൊക്കെയും അന്വേഷിക്കണം. പിന്നെ അവിടെ ഒരു പട്ടിക തന്നെ വിശുദ്ധ വേദോസ്തവത്തിൽ കൊടുക്കുന്നുണ്ട്. ഈ സത്യമായത് എന്താണ്? ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 26-25, റോമർ 1:18, 1 കൊരിന്ത്യർ 13:6, 2 കൊരിന്ത്യർ 4:2, എഫേസ്യർ 4:15, ഇതൊക്കെ സത്യം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനവും ദൈവവും സത്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കുകയും നാം അത് ചിന്തിക്കുകയും നാം അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സത്യം നമ്മളെ വഴി നടത്തും. സത്യം നമ്മളെ ജീവിപ്പിക്കും. സത്യം നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുപോകും. ഘനമായതൊക്കെയും, എന്താ ഘനം എന്ന് പറഞ്ഞാൽ? ഏറ്റവും ഗുണമുള്ള, ഏറ്റവും പ്രയോജനമുള്ള, ഏറ്റവും സ്വീകരിക്കാൻ കഴിയുന്നത്, അംഗീകരിക്കാൻ കഴിയുന്നത്, ആർക്കും അനുകരിക്കാൻ കഴിയുന്നത്, അതൊക്കെയാണ് ഘനമുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഘനമായതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥവത്തായത്, പ്രയോജനമുള്ളത്, അതൊക്കെ നമ്മൾ ചിന്തിക്കുക. നീതിയായതൊക്കെയും, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് നീതി എന്ന് പറയുന്നത്. ആ നീതിയായതൊക്കെ നമ്മൾ ചിന്തിക്കുക. നിർമ്മലമായതൊക്കെയും, അല്ലേ? കാരണം നമുക്ക് സമാധാനമായി സന്തോഷം ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയവും അങ്ങനെ തന്നെ ആയിരിക്കണം. കാപട്യവും വഞ്ചനയും കബളിപ്പിക്കലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ആലോചനകളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനം ലഭിക്കുകയില്ല, സന്തോഷം ലഭിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? എപ്പോഴും നിർമ്മലമായ കാര്യങ്ങൾ, വിശുദ്ധമായ കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ ഒരു തരത്തിലും പ്രയാസപ്പെടുത്തില്ല. അതുകൊണ്ട് നാം നിർമ്മലമായതൊക്കെയും സൽഗുണമായ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നാം മനസ്സിലാക്കുന്ന നല്ല കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുക. പുകഴ്ചയാതുള്ളതൊക്കെ ദൈവം മനോഹരവും കൃപയുമുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുക. ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഇവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നാം ഇതേക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സമാധാനവും സന്തോഷമുള്ളവരായി ജീവിക്കാൻ കഴിയും എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ പൗലോസിൻ്റെ ഈ ഉപദേശങ്ങൾ ഈ കാലഘട്ടം ജീവിക്കുന്ന നാം ഓരോരുത്തരും തീർച്ചയായിട്ടും നമ്മൾ അത് അനുവർത്തിക്കുന്നുവെങ്കിൽ, നാം അതിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, നമുക്കും തീർച്ചയായും സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും സൽഗുണമായതും പുകഴ്ച അതൊക്കെയും ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ
ദൈവം നൽകുന്ന സമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ യാചനകൾക്ക് മറുപടി ലഭിച്ച് നമുക്ക് സമാധാനമായി സന്തോഷമായി നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ സംതൃപ്തിയുടെ താക്കോലുകളെ കുറിച്ച് പൗലോസ് സംസാരിക്കുന്നു. ഈ സംതൃപ്തിയുടെ താക്കോലുകൾ എന്താണ്? സംതൃപ്തിയുടെ താക്കോലുകൾ ദൈവത്തിൻ്റെ വചനങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംതൃപ്തി അനുഭവിക്കുന്നത് മറ്റ് കാര്യങ്ങൾ കൊണ്ടല്ല. ആ സംതൃപ്തിയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്ന സംതൃപ്തിയാണ്. ചിലർ ആഹാരം കഴിച്ച് സംതൃപ്തി അടയാൻ നോക്കുന്നുണ്ട്, സിനിമ കണ്ട് സംതൃപ്തി അടയുന്നുണ്ട്, എന്തെങ്കിലും ഗെയിം കളിച്ച് സംതൃപ്തി അടയുന്നവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നത് സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ അനുഭവിക്കാമെന്ന് കഴിയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മദ്യപിച്ച് സംതൃപ്തി അടയുന്നവരുണ്ട്. ഇതൊക്കെ വാസ്തവം പറഞ്ഞാൽ കുറച്ച് നിമിഷങ്ങൾക്ക് മാത്രമുള്ള സംതൃപ്തിയോ സന്തോഷമാണ്. എന്നാൽ ദൈവത്തിന് വചനം നൽകുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന സംതൃപ്തി എന്ന് പറയുന്നത് അത് നമ്മളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറാത്ത സംതൃപ്തിയും സന്തോഷവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പൗലോസ് പറയുന്നത്, സംതൃപ്തിയുടെ താക്കോലുകൾ. അതിന് കുറച്ച് വാക്യങ്ങൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ആ വാക്യങ്ങൾ അവിടെ വാക്യം നൽകിയിട്ടുള്ളതുകൊണ്ട് പ്രീതിമക്കൾക്കും നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് സന്തോഷം തരുന്ന, സമാധാനം തരുന്ന, ആശ്വാസം തരുന്ന, ധൈര്യം തരുന്ന, ബലം തരുന്ന, പ്രത്യാശ തരുന്ന വാക്യങ്ങൾ ഒത്തിരി വാക്യങ്ങളുണ്ട്. അങ്ങനെ അത് നമുക്ക് ഒന്ന് വായിച്ച് പോകാം. സങ്കീർത്തനം 23:1 നമുക്കറിയാം, യഹോവന്റെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കുവാൻ കഴിയും. ആ വ്യക്തിക്ക് അങ്ങനെ തന്നെ ജീവിക്കാനും കഴിയും. പിന്നെ മത്തായി 6:32 സ്വർഗ്ഗസ്ഥനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചത് തന്നെയാണ് അല്ലെ? നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മുടെ ആവശ്യം എന്താണ് എന്ന് അറിയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് നിരത്തി ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ആവശ്യം, അല്ല അവർക്ക് എന്ത് വേണം, അവർക്ക് ഇന്ന് എന്താണ് വേണ്ടത് എന്ന് നമുക്കറിയാം അല്ലെ? നാം മനസ്സിലാക്കുന്നു. അപ്പോൾ നാം യഥാർത്ഥത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന, നിരീക്ഷിക്കുകയും ചെയ്യുന്ന മാതാക്കളാണെങ്കിൽ മറ്റാരും നമ്മൾ പറഞ്ഞു തരാത്ത, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മൾ പറയാതെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ചിന്തകളുടെ ആഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളെ സംബന്ധിച്ച് എത്രമാത്രം കരുതലുള്ള ദൈവമാണ് എന്ന് ആ ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഭാഗത്ത് പറയുന്നത് പത്രോസ് 5:7 പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. എത്ര പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാണ്. അതിനുശേഷം ഫിലിപ്പിയർ 4:19 പറയുന്നത് വാസ്തവം ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്യങ്ങളൊന്നാണത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ധനത്തിനെത്തോണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്ക് എത്ര പ്രത്യാശ, നമുക്ക് സമാധാനം തരുന്ന, ആശ്വാസം തരുന്ന വാക്യമാണത്. അപ്പം അതുകൊണ്ട് ആ ദൈവത്തെ നാം ആശ്വസിക്കുന്നത്, നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനുള്ളത്. അപ്പൊ ദൈവത്തിന്റെ ധനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൃഷ്ടാവായ, ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ സൃഷ്ടാവായ ഉടമസ്ഥനായ ദൈവത്തിന്റെ ധനം എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ധനമാണ്. അപ്പൊ അതുകൊണ്ട് ആ ധനത്തിനൊത്തോണം നമ്മുടെ ബുദ്ധിമുട്ട് തീർത്തു തരുവാൻ നമുക്കൊരു ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം പ്രത്യേകതയുള്ള ദൈവത്തിന്റെ മക്കളാണ് എന്ന് ചിന്തിക്കുക. അപ്പൊ ആ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ളൊരു വിളിയിലേക്ക് അല്ലെങ്കിൽ ഒരു വാക്തത്വത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ആ വിളി സ്വീകരിച്ചുകൊണ്ട് നാം എടുത്തുകൊണ്ട് തീർച്ചയായും ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ ഒരു വാക്യം കൂടി പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നത് ഫിലിപ്പിയർ 4:13 പൗലോസ് പറയാണ്. അപ്പോൾ ദൈവത്താൽ ശക്തമാക്കപ്പെടുന്ന, ശക്തീകരിക്കപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ച് ദൈവത്താൽ അവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ പൗലോസ് അത് അനുഭവിച്ച് തെളിയിച്ച മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു അനുഭവം അല്ലെ, പൗലോസ് നമ്മളെ പോലൊരു മനുഷ്യൻ തന്നെയായിരുന്നു, അല്ല അമാനുഷ്യനായ ശക്തിയോ അല്ലെ മറ്റ് പ്രത്യേകതകളുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. പക്ഷേ കർത്താവിനോടുള്ള തൻ്റെ ഏറ്റവും ചേർന്നുള്ള ജീവിതം എത്രമാത്രം പൗലോസിന്റെ ജീവിതത്തിൽ അവനെ ശക്തനാക്കി, ബലപ്പെടുത്തി, പ്രത്യാശയിൽ നടത്തി, കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട്, വേദന ഏറ്റെടുത്തുകൊണ്ട്, പീഡനങ്ങൾ ഏറ്റുകൊണ്ട്, സന്തോഷമായി അതൊക്കെ എണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ ആ ലാക്കിലേക്ക് ഓടുവാനുള്ള, തൻ്റെ ഓട്ടം പൂർത്തീകരിക്കുവാനുള്ള തൻ്റെ വ്യഗ്രത അത് പൗലോസ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്ത് ചില വാക്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ദൈവഹിതവുമായി യോജിപ്പുള്ളതാണെന്ന് നമുക്കറിയാവുന്നതിൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ ചോദിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് നമുക്കിവിടെ എടുത്തു തരികയാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അത് നമ്മളെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കടന്നു വരുന്ന അനുഭവങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്ന, അനുവർത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന, ധ്യാനിക്കാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, പ്രിയപ്പെട്ട ഒരാൾക്കോ സുഹൃത്തിനു വേണ്ടിയുള്ള ഒരു രക്ഷയുടെ അനുഭവം. അപ്പോൾ നമ്മൾ 1 Corinthians 2 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു രക്ഷ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്, ഒരാൾക്ക് വേണ്ടി രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ നയിക്കുവാൻ കഴിയുന്ന നമ്മുടേതായ ആ ഒരു പങ്ക്, ഉത്തരവാദിത്വം
നമ്മുടെ വിശ്വാസം പങ്കുവെക്കാനുള്ള ധൈര്യം. വെളിപ്പാട് 22:17 ആ വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ച് അത് മനസ്സിലാക്കണം. ഇതും ഈ ഭാഗവും ആ വാക്യങ്ങൾ വായിച്ചു പോകാൻ സമയം കൂടുതൽ എടുക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തെറ്റേറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ക്ഷമ 1 യോഹന്നാൻ 1:9. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മളൊരു തെറ്റ് ഏറ്റു പറഞ്ഞ് നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വലിയ ആശ്വാസം, ഒരു വലിയ വിടുതൽ, ഒരു വലിയ ഒരു ഭാരമില്ലായ്മ, അതുപോലെ ദൈവകൽപ്പന അനുസരിക്കാനുള്ള ശക്തി. എബ്രായർ 13:20-21. അപ്പോൾ ദൈവകൽപ്പന ഒരിക്കലും മാനുഷ്യ ബുദ്ധിയിലോ ശക്തിയിലോ അനുസരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പലരും പറയുന്നുണ്ടാവാം നമ്മൾ കൽപ്പന അനുസരിക്കുന്നു, വചനം പ്രമാണിക്കുന്നു എന്നൊക്കെ. അപ്പം അത് നമ്മുടെ ചിന്തയിൽ നമ്മളങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്കൊരു തോന്നലാണ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ വിശ്വസിക്കുകയാണ് നമ്മൾ ചെയ്യുന്നു എന്ന്. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ, കഴിഞ്ഞ പാഠത്തിൽ ചിന്തിച്ചതുപോലെ, ദൈവത്തിന്റെ മാനദണ്ഡങ്ങളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എത്രമാത്രം അന്തരമുണ്ട് എന്ന് നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ദൈവകൽപ്പന അനുസരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവകൽപ്പനകളെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമുക്ക്, അല്ലെ ദൈവം ചിന്തിക്കുന്ന പ്രകാരം, ഇച്ഛിക്കുന്ന പ്രകാരം നമുക്ക് അത് അനുസരിക്കാൻ പറ്റൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മെ വെറുക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നതിനുള്ള ഒരു സ്നേഹം. മത്തായി 5:44. നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലേ, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ഒരു വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സ്ഥാനമുണ്ടാകില്ല, വസിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നുമില്ലാത്ത ഒരു നിർമ്മലമായത്, ഘനമായത് നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മാത്രമല്ല വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ നാം തീർച്ചയായിട്ടും പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ നടത്തുവാനുള്ള ദൈവിക ജ്ഞാനം. യാക്കോബ് 1:5 ആ വാക്യം നമുക്ക് എടുത്ത് നിങ്ങൾ വായിച്ച് അത് ഒന്ന് ചിന്തിക്കുക. ദൈവത്തിലെ സത്യം മനസ്സിലാക്കുവാനുള്ള കഴിവ്. യോഹന്നാൻ 8:32. അപ്പൊ ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് നാം ജീവിക്കുമ്പോൾ നാം നേരിടുന്ന പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, വിശ്വാസത്തിന് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ സാമൂഹികത്തിൽ ഉണ്ടാകുന്നതായ കുഴപ്പങ്ങൾ, ലോകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും 1 കർത്താവിൻ്റെ വരവ് ഏറ്റെടുത്ത്, 2 നാം അവൻ്റെ വരവേണ്ടി ഒരുങ്ങുക, 3 പ്രത്യാശ നിലനിൽക്കുക, 4 അവൻ്റെ സമാധാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, 5 നാം എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. ഇതൊക്കെ നാം മറന്നു പോകാതെ അത് പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്ത മക്കളായിട്ട് നിലനിൽപ്പാൻ ഈ പൗലോസിൻ്റെ ഉപദേശങ്ങൾ, പൗലോസിൻ്റെ വാക്കുകൾ നമ്മളെ കൂടുതൽ ആത്മീയമായിട്ട് സജ്ജരാക്കുവാൻ, ശക്തരാക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഉപസംഹരിക്കുന്നു. ഈ പാഠം പഠിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരിക്കൽ കൂടി അടികൾക്ക് അവിടുത്തെ സ്ഥലത്ത് കടന്നു വരുവാനും അടികൾക്ക് ഒരുക്കിയ പാഠം അടികൾക്ക് ചിന്തിപ്പാൻ, പഠിപ്പാനും സമയത്ത് ഒത്തിരി സ്തുതിക്കുന്നു. കർത്താവെ, ഈ പാഠം പഠിക്കുന്ന, കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കൃപയിലും സമാധാനത്തിലും അവിടുന്ന് കാത്തോളണം. അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയണം. പ്രയാസ പ്രതികൂലങ്ങൾ കർത്താവിന് പിടിപ്പിക്കണം. കർത്താവിൻ്റെ വിശ്വാസത്തിൽ നിൽപ്പാൻ്റെ മക്കളെ അവിടുന്ന് ഒരുക്കണം. ആവശ്യമായ എല്ലാ കൃപകളാലും അടികൾ എല്ലാവരും സൂക്ഷിക്കാൻ പരിപാലിക്കും. കർത്താവ് ഇത്രത്തോളം അടികൾ അവിടുന്ന് പരിപാലിച്ച് ഒത്തിരി സ്തുതി. തുടർന്നും അവിടുത്തെ കൃപയിലടികളെ വഴി നടത്തണം. മാനമൊത്ത കർത്താവ് എടുക്കണം. അടികൾ കാറ്റിവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.